കൂട്ടുകാരെ എല്ലാവർക്കും പിങ്കി വി ആർ വ്ളോഗ് 2 എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വലിയ കുക്കിംഗ് സംഭവമൊന്നുമല്ല, നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇലയപ്പം വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അത് കുക്ക് ചെയ്യുന്ന ഞാനല്ല, അമ്മയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് തരാം. ഓക്കെ, നേരെ വീഡിയോ ഉണ്ട്. നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ ഇല വെട്ടിക്കൊണ്ട് വരാം. ഓക്കെ, പൊയ്ക്കോളൂ. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇലയപ്പം ഉണ്ടാക്കി കാണിക്കുന്ന അമ്മയാണ്. അപ്പം നമ്മൾ കണ്ടേ അതിനാവശ്യമായ വാഴയില വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഇല മതിയോ അമ്മേ? ഇത്ര ഇല നമുക്ക് മതി. അപ്പോൾ കണ്ട നമ്മൾ വാഴയില വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അമ്മ ഇതുകൊണ്ടൊന്ന് കഴുകും. കണ്ട വാഴയിലൊക്കെ നമ്മൾ വെട്ടി അല്ല ഇല കഴുകാനായിട്ട് പോകും അമ്മ. നമ്മളിവിടെ അപ്പുറത്ത് പശുവിൻ്റെ ഇതുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ പശുക്കൾ നിൽക്കുന്നുണ്ടോ? ഉള്ള പശുവുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത്, പശുവിന് ചാമുണ്ട്. കണ്ട ഇല വെട്ടി അമ്മ കഴുകാനായിട്ട് പോവുക. ഇതാണ് ഞങ്ങളെ കിച്ചൺ കേട്ടോ. ഇതാണ് നമ്മളെ കൊച്ചു കിച്ചൺ. ഇതാണ് അതാണ്ട് ഇതാണ് കിച്ചൺ. ഇതാണ് നമ്മളെ. അപ്പോൾ അതാണ്ട് അമ്മ ഇല കീറിയെടുക്കും ആവശ്യത്തിനുള്ള, അല്ലേ? കീറി ആവശ്യത്തിനുള്ള ഇല ഇതിൽ നിന്നും കീറിയെടുക്കാൻ പറ്റും. നമുക്ക് ഇല ഫുള്ളും കീറിയിട്ട് കാണാം. ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഇല ഒന്ന് കഴുകിക്കൊണ്ട് വരാം. കഴിക്കോ. ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഇലയപ്പമാണ് കേട്ടോ. അതെ, ഇല കഴുകുവാണ്. ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇല കഴുകിക്കൊണ്ട് വന്ന് ഇതിന് വേണ്ടിയതായിട്ട് നമുക്ക് താണ്ട അരിമാവ് വേണമെങ്കിൽ അരിമാവ് എടുക്കാം, ഗോതമ്പ് മാവ് വേണമെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് മാവാണ്. ശർക്കര, തേങ്ങ, ഉപ്പ്, വെള്ളം. ഇനി നമുക്ക് മാവ് നനച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അതാണ്ട് അമ്മ ആവശ്യത്തിന് ഉപ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. എനിക്കും ഇവിടെ ശാന്തിക്കൊന്നും അരിപ്പൊടി കൊണ്ടുള്ള ഇലയപ്പം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ കൂടുതലും ഗോതമ്പിൻ്റെ ഇലയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാണ്ട് മാവിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ ഇലയൊക്കെ നല്ല കുട്ടപ്പനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. വേണ്ടേ മാവ് നനയ്ക്കുക. അമ്മ ദാണ്ടേ ഇലയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പടിപ്പുരയിലാണ്. ഇലയപ്പം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് എല്ലാം മാവെല്ലാം നല്ല സെറ്റാക്കി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെട്ടക്കുറവുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ വൈകുന്നേരത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വെട്ടക്കുറവ് നല്ല രീതിയിലുണ്ട്. എവിടം വരെ ആയ അമ്മേ മാവ്? മാവൊക്കെ അമ്മ നനച്ച്. അപ്പോൾ നമുക്ക് ഇനി അടുത്തോട്ടേ ഇല്ല. ഓക്കെ, ഇനി നമുക്കിത് ശരിയാക്കാം. ഓക്കെ. വേണ്ട നമ്മളെ ഇല ഓരോ ഇലയെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ വെച്ചു അല്ലേ? അതെ, നമുക്ക് ഇവനെ ഒന്ന് ഒട്ടിയെടുക്കാം. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഇങ്ങനെ ഒട്ടിയെടുക്കുക എന്നാണ് പറയുന്നത്. വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ആണ്ട് നമ്മൾ നമ്മുടെ ഇലക്കകത്തോട്ട് ഒട്ടിയെടുക്കുക മാവ്. നമുക്ക് ശർക്കര തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് ഇവനെ ഒന്ന് പെരട്ടാം. ഓക്കെ.
ശർക്കരയും തേങ്ങായും കൂടെ പുരട്ടുവാണ്. വേണമെങ്കിൽ പഞ്ചസാരയും തേങ്ങ എടുക്കും. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര വേണ്ടുന്നവർക്ക് എടുക്കാം. ശർക്കര ഏലക്കൊക്കെ എടുക്കൂലേ? ഞാൻ ഏലക്ക ഒന്നും എടുത്തില്ല. ഇവിടെ മോക്ക് ഇഷ്ടമല്ല ഏലക്ക ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഏലക്ക എടുത്തില്ല. ഇപ്പം നമ്മൾ വെക്കുവാണ് മധുരം. നമ്മൾ മധുരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരിലയപ്പം റെഡി ആയിട്ടുണ്ടല്ലേ? ഒരെണ്ണം റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒട്ടിയെടുത്താലോ? ബാക്കിയും കൂടെ ഒട്ടിയെടുക്കാം. എന്നിട്ട് കാണാം അല്ലേ? എന്നിട്ട് കാണാം. നമ്മളിതെല്ലാം ഒട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പാത്രം എടുത്ത് നമുക്ക് വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട കംപ്ലീറ്റ് ഒട്ടി തീർന്നു. ഒട്ടി തീർന്ന എല്ലാം കൂടെ നമ്മളിതാ താണ്ടിരിക്കുന്നു ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഒട്ടി തീർന്ന എല്ലാം കൂടെ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുക്കാം. മേളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇഡ്ഡലി തട്ടെടുക്കുക അമ്മ. നോക്കിയെടുക്കേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം. ഇതാണ്ടേ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വെക്കുവാണ്. പാത്രം വെച്ചു. തീ കത്തിക്കുവാണ്. തീ കത്തിച്ച് വെച്ചു. നമുക്ക് ഇവനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ഇലയപ്പം തിന്നാല്ലേ? നല്ല ഇലയപ്പം തിന്നാം. വളരെ എളുപ്പമല്ലേ? പണ്ടൊക്കെ എല്ലാവരും ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പോഴല്ലേ സ്നാക്സ് ഒക്കെ ആയത്. അപ്പം നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെക്കാം. കണ്ടേ ഫുള്ള് നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഞാനിതൊന്ന് അടച്ചു കൊടുക്കുവാണ്. വേവട്ടെ. ഇതൊന്ന് വെന്തോന്ന് നോക്കാം. നമ്മുടെ ഇലയപ്പം നല്ല ആവി പറക്കുന്നുണ്ട്. വെന്തെന്ന് തോന്നല്ലേ? വെന്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലേ? നമുക്കിത് ഇനി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. ഇതൊക്കെ വേവാനുള്ളതാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. ഈ ഉണ്ടാക്കിയ ഇലയപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ.